ചെരുപ്പിനകത്തോണ്ട് നോക്കി എഴുതിക്കോ, എന്നിട്ട് എനിക്കൂടെ പറഞ്ഞു തരണേ. ഓക്കെ ഓക്കെ ഓക്കെ. എഴുതിയോ? ആ എഴുതി. പറഞ്ഞതാ. ലൂണാർഡ് സിൻസ് 1987 8 ഇഞ്ച്. എടാ ക്ലാപ്പ്, അതല്ലേ അതിനകത്തുള്ള ഉത്തരവാദിത്തം. എന്റെ മൈന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനും മൈനയും രണ്ട് പിള്ളേരുമായിട്ട് സുഖമായിട്ട് ജീവിക്കണമെന്ന്. തള്ളേ പറന്ന് നടക്കണ മൈനെ പോലും വെറുതെ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത് എന്റെ കാമുകിന്റെ പേര് മൈന. അല്ല ഇയാള് ചേർക്കാൻ വന്നല്ലോ. അതെ. അല്ല ഇയാള് വിചാരിച്ച 1-2 പിള്ളേരെ സംഘടിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് താല്പര്യമാണ്, പക്ഷെ വൈഫ് സമ്മതിക്കില്ല. ഓ കൈ ഞരമ്പില്ലേ കേട്ടോ. ഈ ഞരമ്പേ ഇവിടെ ഇങ്ങനെ കേറി ഇങ്ങനെ വന്നിട്ട് കയറി വന്നിട്ടേ ഈ മുട്ടിനകത്ത് ചിരട്ടയ്ക്കകത്തോണ്ട് കേറും. തേങ്ങ വേണ്ട തിന്നിട്ട് മിഠായിടാ അവിടെ. ഞാൻ വിചാരിച്ച അയൽവക്കത്തോ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രമിച്ചുകൂടെന്നാ ചോദിച്ചേ. ഞാൻ 2-3 വർഷം മുമ്പ് 1-2 ശ്രമം നടത്തിയതാ, പക്ഷെ നാട്ടുകാർ കൈയോടെ പോകും, തെങ്ങി കെട്ടിയിട്ട് അടിച്ചോളാം. ദൈവമേ അമ്മേ. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കറക്കി കുത്ത്. കറക്കി കുത്ത്. അയ്യോ അത് എഴുതാൻ പറഞ്ഞതല്ലേ. എന്താണ് ഇവിടെ ഒരു മുറിവ്? സിസേറിയൻ ചെയ്തതിന്റെ പാട്. ഗുണ്ടകളായ മുഖത്തിന് പാട് വരും. നമുക്ക് രാവിലെ തന്നെ MLA മോനെ കിഡ്നാപ്പിൽ കയറി പിടിച്ചാലോ? അയ്യേ, വല്ലവനെയൊക്കെ കിഡ്നാപ്പിൽ കയറി പിടിക്കാൻ ഞാൻ നീ പിടിച്ചാൽ മതി. തൊടയുടെ ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് നിന്നിട്ടെ അവരൊന്ന് ഞെട്ടിത്തരിച്ച് ഇതിലെ കേറി ഇങ്ങനെ കേറി. ഇതിനാ ഞരമ്പ് രോഗം എന്ന് പറയുന്നത്. നിന്റെ മറ്റേ കേസെന്തരായി? ലബ് പറയുന്നത് ഫിസിക്സിലെ സുമി വന്നിട്ട് പറഞ്ഞ് ഞായറാഴ്ച വീട്ടിൽ ആരും ഇല്ലെന്ന്. അങ്ങനെ ഞാൻ പോയി. എന്നിട്ട് അവള് പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ ഒരു പട്ടിയില്ലായിരുന്നു, വീട് പൂട്ടിയിട്ടേക്കോ. കുമാരരാശൻ പറഞ്ഞിരിക്കുന്നത് ഹാ പുഷ്പമേ അധികം. അത് വൃത്തികെട്ട പുഷ്പമായിരിക്കും, ശവനാറി പൂവായിരിക്കും. അതാ അതന്നെ അങ്ങനെ ചോദിച്ചു. പുഷ്പമേ എന്ന് പറഞ്ഞ. അയ്യോ അങ്ങനല്ല. സിസ്റ്റർ ഒരു മെറ്റഫിക്സ് എടുക്കൂ. അതിന്റെ പേര് ചായ എടുത്തോളിട്ടോ, മധുരം കമ്മി. ചായോ? അല്ല ഈ മുട്ട പപ്സിന്റെ ഒപ്പം ചായം കൂടി ഇല്ലെങ്കിൽ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി? എന്റെ വീട്ടിൽ നരേന്ദ്ര സെട്ടി, സുരേന്ദ്ര സെട്ടി, പൽവാൾ സെട്ടി, പിന്നെ ചേച്ചി ഇവരൊക്കെ ഭയങ്കര നാണക്കാരാ ചേച്ചി. അതാ പേരിന് ഷട്ടി ഇട്ടപ്പോഴേ തോന്നി. ഈ ഗൈഡ് കണ്ടോ? ഈ ഗൈഡ് നീ വെച്ചേക്കണം. ഞാൻ അകത്ത് നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തരണം കേട്ടാ. നീ ഇടുപ്പിൽ കയറ്റി വെച്ചോ. ഞാൻ സാറ് വരുന്നുണ്ടോ? സാറ് പറഞ്ഞാൽ നോക്കൂ. ഞാൻ പരീക്ഷയിലെ വെപ്രാളത്തിൽ ഇടാൻ എനിക്ക് തോന്നി. അതന്നല്ലേ ഈ സ്കൂളെന്ന് പറഞ്ഞാല് പ്രൈവറ്റ് സ്കൂളുകാർ അങ്ങനെ വലിയ ഉണ്ടാക്കി ഇടുന്നേ ഉള്ളൂ. എപ്പോഴാ പൊളിയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പന്ന മേച്ചിരിമാരും കിട്ടിയത് അതാ. ഇത് സർക്കാർ സ്കൂളല്ലേ, മറ്റേ പ്രൈവറ്റാ. +2 ജീവിതം അവസാനിച്ച്. സത്യം എന്ത് രസമായിരുന്നല്ലേ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 2 വർഷം അങ്ങ് പോയത്. ഒന്നുമല്ല, 2 കൊല്ലം പോകാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ വല്ല സെന്റിമെന്റ്സ് ഫ്ലോയിൽ അടിച്ചു വരുമ്പോ ഉണ്ടാക്കാൻ നിൽക്കില്ല. പല വട്ടം തൊഴിലുറപ്പിലെ കൂട്ടുകാരികളെ, ഇവര് നേരിൽ കാണുമ്പോ സൊറ പറയും, അല്ലാത്തപ്പോ തെറി പറയും. കാക്ക ഇരുത്തി ഛർദ്ദിച്ചു എന്നൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ഇക്കാക്ക കാരണം ഒരുത്തി ഛർദ്ദിച്ചു എന്ന് പറഞ്ഞ ടീംസാണ്. എന്താ വരാത്തെ? ഹെഡ്മാസ്റ്റർ സ്ഥിരമായിട്ട് ലീവ് എടുത്തിരിക്കുവോ? പുള്ളിക്ക് ഭയങ്കര വിഷമം. എന്തോ പറ്റി? പിള്ളേരില്ലാത്തതിന്റെ വിഷമമാന്നേ. അല്ല അതിനേതെങ്കിലും അമ്പലത്തിൽ ഉരുളി കമത്തിയാ പോരെ. സ്കൂളിൽ പിള്ളേരില്ലാത്തതിന്റെ വിഷമം. സ്കൂളിൽ കമത്തണം. ശ്വാസകോശത്തിന്റെ പടം വരച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്താ. ഒരു സെക്കൻഡ്. എന്തുവാ ഇത്? ശ്വാസകോശം. ഞാൻ വിചാരിച്ച കപ്പ പൊഴുതി വെച്ചേക്കുന്നതിന്റെ പടം വരച്ച് വെച്ചേക്കുമായിരിക്കും. എന്താണ് ചെയർമാൻ? എനിക്കറിയാം ചെയർമാൻ ആരാന്ന്. ചെയറിലിരിക്കുന്ന മാനാണ് ചെയർമാൻ. നീ മിമിക്രി പ്രാക്ടീസ് ചെയ്യണം. മിമിക്രി അല്ല, ഇപ്പൊ ആരെങ്കിലും തന്തയ്ക്ക് വിളിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ബീജം ഉണ്ടാക്കാറ്. അങ്ങനെ പറയല്ല. അപ്പുറത്തെ ലില്ലി ചേച്ചി വരെ സോപ്പെടുത്തിട്ടുണ്ടോ? കള്ളത്തരം പറയരുത്. ലില്ലി ഒന്നും ഇത് വാങ്ങിച്ച് കാണത്തില്ല. സാറിന് അത്ര വിശ്വാസം അല്ലെങ്കിൽ അവർ കുളിക്കുമ്പോ പോയി നോക്ക്. താങ്കൾ ഉറങ്ങുകയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ചെവിക്കല്ലിന്റെ കീഴിൽ വന്നിട്ട് സംസാരിച്ച് ഉറക്കം വരത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? അവൻ എപ്പോഴാണ് വിളിക്കിറങ്ങുന്നത്? അവൻ വെളുപ്പിന് ഒരു 5:30 ആയി കഴിയുമ്പോ ഒരു സിഗരറ്റും ഒക്കെ വലിച്ചോണ്ട്. അതല്ല പറഞ്ഞത്. പിന്നെന്താ? വെളിയിൽ ഇറങ്ങുന്നത് എപ്പോഴാണ്?
അതിൽ നിന്നിട്ടുള്ള പലരും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ടുണ്ട്. എന്റെ പെങ്ങൾ 5 വർഷമായിട്ട് നിൽക്കുന്നു, എന്നിട്ടായില്ലല്ലോ. എങ്ങനെ? 5 വർഷമായിട്ട് അവള് ലാബിൽ നിൽക്കല്ലേ, ആയില്ലല്ലോ. അയ്യോ, മലമൂത്രം പരിശോധിക്കാൻ ലാവിന്റെ കാര്യമല്ല പറഞ്ഞത്. മുട്ടം കാട്ടാനോ റോഡിൽ ഇറങ്ങി ആരാടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ചൂണ്ടല്. എന്നിട്ട് ആനയ്ക്ക് കരിമ്പ് കിട്ടിയതിന്റെ സന്തോഷം. ചെറുക്കന്റെ ദേഹത്ത് വല്ല പാടോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇവിടെ ഒരു മറവുണ്ടോ ചെള്ളക്ക്? പിന്നെ നെറ്റി അവന്റെ കൂട്ടുകാരൻ എറിഞ്ഞ് പറഞ്ഞു വെച്ചേക്കോ, ആ പാടുണ്ട്. ആ മറുകും പാടും, ഞാനും പാടും. വീട്ടിൽ പോയി പാടിയാ മതി. കുഴിയുത്തും. ഇത് ചേനക്കാണോ ചേമ്പിനാണോ എന്ന് വെച്ചാൽ അതറിയില്ല. ചില ചേച്ചിമാര് ഈ നന്മമരമായ നായകനെ മനസ്സിൽ കണ്ടിട്ട് കുഴി ഏത് കണ്ടു കഴിഞ്ഞാൽ ആടെ എന്തെങ്കിലുമൊക്കെ നട്ടിട്ട് പോകും. ഒരമ്മാവന്റെ പറമ്പിൽ പുതിയതായി കുഴിച്ച കക്കൂസ്താങ്ങിന്റെ കുഴിയിൽ മധുരക്കിഴങ്ങിന്റെ വള്ളി വളർത്തിയിട്ടാണ് ഇതിന്റെ കുറെ നാളത്തെ സംശയമാണ്. എന്തരാണ് ഫോസിൽ സിനിമാ സംവിധായകനാ? അപ്പൊ ഈ അടുത്തിരിക്കുന്ന ഈ ചെറുതായിരിക്കല്ലേ ഫാറ്റ് ഫോസിൽ? എന്റെ ദൈവമേ, ചെറുക്കൻ ബ്രില്യന്റ് ആണോ? അതൊക്കെ ചുമ്മാ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്ന. അവൻ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പയ്യനാ. പിന്നെ കഴിക്കാൻ ചെറുക്കനുണ്ട്, അവൻ വേറെ ബ്രില്യന്റാ. എടോ, ചെറുക്കൻ മിടുക്കനാണോ? നീ എത്ര കടിച്ചാലും ബെൽറ്റ് എണീക്കാം. ഒരു അഡീഷണൽ ഷീറ്റ് എടുത്തോട്ടെ സാർ. എടുത്തോ. അഡീഷണൽ ഷീറ്റ് ഇട്ടോടാ. പിന്നെ 2-3 കിട്ടുമോ? 2-3 എന്തിന്? വീട്ടിൽ ഇന്നലെ അച്ഛൻ പറഞ്ഞിട്ട് ഷീറ്റ് ചോറിന് അഡീഷണൽ ഷീറ്റ് ഇടുന്നു. ഓ, ഇത് ഇവിടെ കിടന്ന് തീരത്തെ ഇയാളുടെ പേര് പറയാനല്ല, ചെറുക്കന്റെ പേരെന്തോ വന്ന? കണ്ണൻ. കണ്ണൻ. ആ, വയസ്സായതാണോ? എന്റെ അച്ഛനല്ല അഡ്മിഷൻ, എന്റെ മോനാ. 5 വയസ്സായതാണോ എന്നാ ചോദിച്ചേ. ഞാൻ ഈ സാധനം അതെ, അത് കണക്കിലെടുക്കേണ്ടത് ചെളിയാണ്. ചെളിയായിരുന്നു ട്യൂഷൻ തരണത്. അതെ. ഉള്ളത് ഈ ഒറ്റമേനയാണ്. നമ്മളെല്ലാവരും ഒറ്റമേന കൺസെപ്റ്റിലൊക്കെ ഒരിക്കൽ വിശ്വസിച്ചിരുന്നവരായിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റമേന വന്നു നിന്നാൽ അവനത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ബാക്കി ഒഴിക്കണമെങ്കിൽ രണ്ടാമത്തെ മേനനെ കാണണം. വീട്ടുപേരെന്തുവാ? ചക്കിറ്റ പഠിച്ചത്. വേറെ വീട്ടുപേരുണ്ടോ? വേറെ ഉണ്ടോ? അത് അപ്പുറത്തെ വീട്ടുകാർ ഇട്ടേക്കുവാ. ശരി സാറേ, ഞാൻ ഒരു ദുസ്വഭാവമില്ലാത്ത ആളാണ്. ഞാൻ കള്ളു പിടിക്കത്തില്ല, ഞാൻ പെണ്ണ് പിടിക്കത്തില്ല, ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല, ഞാൻ ശമ്പു വെക്കത്തില്ല. പിന്നെ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഞാൻ ISROയിലെ സയന്റിസ്റ്റ് ആവും. കഴിഞ്ഞ ആഴ്ച നീ ഹിമാലയത്തിൽ ട്രിപ്പിന് പോയപ്പോഴേ ട്രെയിനിൽ വെച്ച് പെറ്റിയടിച്ചെന്തിനായിരുന്നു? അത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഹിമാലയത്തിൽ നിന്ന് മഞ്ഞ് വാരി ബാഗിലിട്ട് അത് തണുത്ത് ഇങ്ങനെ വെള്ളമായിട്ട് നാട്ടുകാരുടെ തലേ വീണേന്. ISROയിലെ സയന്റിസ്റ്റ്. ഡ്രസ് ഇവിടെ തെച്ചു തന്നതാ. കൊള്ളാവോ? ഇതെനിക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ പാർലമെന്റിലേക്ക് പോയി ഇതിട്ട് പോയത്. അല്ല, ഇവിടുന്ന് അമ്മൂമ്മേന്റെ മുഖത്തോട്ട് 5 മിനിറ്റ് നേരം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. യാതൊരു സെൻസും ഇല്ലാത്ത തള്ളയെന്നല്ലോ അത്. അതെങ്ങനെ മനസ്സിലായി? എനിക്ക് തന്നെ 1 മിനിറ്റ് നോക്കിയപ്പോഴേ ഇളമ്പിക്കേട് വരുന്നില്ല. അല്ല, അമ്മൂമ്മ എന്നെ നോക്കിട്ട് വള്ളം മുങ്ങി വൃദ്ധദമ്പതികൾ മരിച്ചു. നോക്കോ, ഇന്നത്തെ കാര്യമല്ല, അങ്ങ് പത്തനംതിട്ട കാര്യമില്ല. ഇവിടുത്തെ കാര്യം നാളത്തെ പത്രത്തിലല്ലേ വരൂ. ലാളിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാ? കളിച്ചു എന്ന് പറഞ്ഞാൽ ഓമനിച്ചു. ഓ, അങ്ങനെ. ഓമനിച്ചു. പെറ്റില്ല. ആര് പറ്റൂ? ലത. ലത പറ്റൂ. അൻകുടുവാ പുല്ല കൊണ്ട് മാറി കിടക്കട്ടെ. ശൈശവത്തിൽ, അതായത് ലാളിച്ച് വളർത്തിയ ലത ശൈശവത്തിലെ പറ്റൂ. ഇവിടെ കൊണ്ടുപോയി നീ എന്നെ എങ്ങനെ കാച്ചി കുടിക്കുന്നു എനിക്ക് കാണണമല്ലോ. ഇത് ഞാൻ കാച്ചാ. ഞാൻ എവിടെ തറ കുറയ്ക്കാൻ വേണ്ടി ലോഷൻ വെച്ചാണ്, കണ്ടായിരുന്നോ? ഇത് തന്നെ ഒന്ന് പതുക്കെ ഇടിയണോ. ഇപ്പൊ ഈ ടവർ ഞാനും അടുത്ത ജംഗ്ഷനിൽ പോയി കിടന്നേനെ. ഇനി ഇയാളെന്തിനാ ഇതിന്റെ മണ്ടാക്കി അറിയേ? കാക്കയ്ക്ക് നിക്കർ ഇട്ട് കൊടുക്കാൻ കയറിയ. ഞാൻ മുമ്പ് എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പ്രശസ്ത കാതികൻ കവലിയൂർ ഗിരി. കവലിയൂർ കീറിയാ? കവലിയൂർ ഗിരിയതല്ല, കവലിയൂർ ഗിരി. ആരും അറിയും. ഇത് ഞാൻ അറിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിങ്ങളുടെ നാട് എവിടെ? മാന്തണം. എവിടെ മാന്തണം? ഭൂമിയിലേക്കൊണ്ടായിരുന്നു ഷൺമുഖി. ഇന്നലെ മൂത്രം ഒഴിക്കാൻ വേണ്ടി യൂറോപ്യൻ ക്ലോസറ്റ് കയറി ഇരുന്നപ്പോഴേ നിന്ന് കറങ്ങുന്നു. അപ്പൊ ഇന്നലെ ഗ്രൈൻഡറിൽ കയറി മുള്ളേ നിങ്ങളല്ലേ?
ഒരു അബദ്ധം പറ്റിയതാ. നിന്റെ അച്ഛന്